ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഒരു നല്ല ദിവസം നേരുകയാണ്. ഇപ്പോൾ ഈസ്റ്ററൊക്കെ കഴിഞ്ഞു. നമ്മൾ പുതിയ ഒരു ഉണർവിൻ്റെയും ഒരു ഉത്സാഹത്തിൻ്റെയും നാളുകളിലൊക്കെയാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായവർക്ക് ഒരു പുതു തുടക്കവും ഒരു പുതിയ സൃഷ്ടിയാകുന്നതിനെക്കുറിച്ചുള്ള ചിന്തയിലൊക്കെ ആയിരിക്കുന്നു. ഈ കാലത്ത് നമ്മൾ എന്താണ് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നിന്ന് ചെറുതായിട്ട് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നതെന്ന് നോക്കാം. പ്രത്യേകിച്ച് നോക്കുമ്പോൾ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 18-ാം വാക്യം വരെയുള്ള ഭാഗത്താണ് ഡീറ്റെയിലായിട്ട് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചും അവിടെ പോയി കണ്ടതായ ശിഷ്യന്മാരെക്കുറിച്ചും അതുപോലെ മേരി മഗ്ദലിനെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെറുതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിനെക്കുറിച്ച് പഠിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതായത് നമ്മൾ ഒരു പുതിയ തുടക്കത്തിൻ്റെ ഒരു ആരംഭമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. സുവിശേഷത്തിൻ്റെ ഹൃദയഭാഗത്ത് കിടക്കുന്ന ഒരു ആഹ്വാനമായിട്ട് അപ്പോസ്തലനായ ജോൺ നമ്മളോട് നമുക്ക് സമ്മാനിക്കുന്നതായ ഒരു സന്ദേശമാണ് ക്രൂശിക്കപ്പെട്ട യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. അതാണല്ലോ നമ്മളെല്ലാ ഈസ്റ്ററിനും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സന്ദേശം എല്ലാവരെയും അറിയിക്കുകയും അതോടൊപ്പം നമ്മളത് ആഘോഷിക്കുകയും അതിൻ്റെ സ്മരണയിൽ ദിവസങ്ങൾ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നതൊക്കെയും. യേശുവിൻ്റെ കല്ലറ ഇപ്പോൾ ശൂന്യമാണെന്ന് മേരിയും പത്രോസും അതുപോലെ പേരെടുത്ത് പറയാത്തതായ മറ്റൊരു ശിഷ്യനും കണ്ടെത്തിയതായിട്ട് നമ്മൾ കാണുന്നു. യേശു മരണത്തെ കീഴടക്കി പുതിയൊരു സൃഷ്ടി ആരംഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ ബാഹ്യവും ദൃശ്യവുമായ അടയാളമാണ് അവൻ്റെ ഒഴിഞ്ഞ കല്ലറ. മറിയം തൻ്റെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടുമുട്ടുന്ന നിമിഷത്തിന് ഞങ്ങൾ സാക്ഷികളാണെന്ന് അവളുടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരും വെളിപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തന്നെ അവളുടെ ദുഃഖം സന്തോഷമായി മാറുകയും ഞാൻ കർത്താവിനെ കണ്ടു എന്ന് യുഗങ്ങളിലൂടെ ഇത്രയും കാലം പ്രഖ്യാപിക്കപ്പെട്ട ആ സുവാർത്തയെ അവൾ നമ്മിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ആയിരക്കണക്കായ വർഷങ്ങളായിട്ടും അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ യേശുവിൻ്റെ ആദ്യ വാക്കുകൾ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരെ ഉദ്ദേശിച്ചുള്ള ഒരു ചോദ്യമാണ്.